അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് അബുദാബി സുന്നി സെൻ്റർ സീറത്തുൻ നബി എന്ന ശീർഷകത്തിൽ നടത്തിവരുന്ന ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസണിലെ 3ാമത് എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ എന്നതാകുന്നു. ഇമാം ബൂസരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രശസ്തമായ ബുർദയുടെ 5ാമത് അധ്യായത്തിൽ മഹാൻ ചർച്ച ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജാഅത് ലിദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി കഅന്നമാ സതറത് സത്റൻ ലിമാ കതബത് ഫുറൂഉഹാ മിൻ ബദീഇൽ ഖത്തി ബിൽ ലഖമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ജാഅത് ലിദഅവതിഹിൽ അശ്ജാറു സാജിദതൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിക്കുത്തരം നൽകി വളരെ താഴ്മയോടുകൂടെ മരങ്ങൾ തങ്ങളുടെ തിരുസന്നിധിയിൽ വന്നു നിന്നു. തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. കാൽപ്പത്തിയില്ലാത്ത ആ മരങ്ങൾ അവയുടെ തണ്ടങ്കാലിൽ നടന്നു വന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ താഴ്മയോടെ വന്നു നിന്നത്. ആ നൃത്തത്തെക്കുറിച്ച് ഇമാം ബൂസരി റളിയല്ലാഹു തആല അൻഹു പറയാൻ എപ്രകാരമാണ് അതിൻ്റെ നടന്നുവരവ് എന്ന്. കഅന്നമാ സതറത് സത്റൻ ലിമാ കതബത്. അഥവാ എഴുത്തുകാർ അവരുടെ സുന്ദരമായിരിക്കുന്ന എഴുത്തുകൾ എഴുതാൻ വരയിടാറുണ്ട്. അല്ലെങ്കിൽ വരയുള്ള പുസ്തകത്തിലാണ് എഴുത്ത് നേരെയാവാൻ വേണ്ടി, വളയാതിരിക്കാൻ വേണ്ടി, മനോഹരമായിരിക്കാൻ വേണ്ടി എഴുത്തുകാർ എഴുതുന്നത്. അപ്രകാരം മരത്തിൻ്റെ ശിഖരങ്ങൾ, അഥവാ മരം, കാൽപ്പത്തിയില്ലാത്ത ആ മരം അതിൻ്റെ തണ്ടങ്കാലിലൂടെ നടന്നു വരുമ്പോൾ അതിൻ്റെ തണ്ടങ്കാലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ശിഖരങ്ങൾ അല്ലെങ്കിൽ വേരുകൾ അത് വരയിട്ടതുപോലെയുണ്ട് എന്ന്, അഥവാ ഒട്ടും വളയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വളരെ മനോഹരമായിട്ട് ഭവ്യതയോടെ താഴ്മയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു നിന്നു മരങ്ങൾ എന്ന് ഇമാം ബൂസരി റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു. ഈ വരിയിൽ ഇമാം ബൂസരി റളിയല്ലാഹു തആല അൻഹു മരങ്ങളെ പേനകളോടാണ് ഉപമിക്കുന്നത്. ഭൂമിയിലൂടെയുള്ള ഈ മരത്തിൻ്റെ സഞ്ചാരത്തെ, അതിൻ്റെ ചലനത്തെ അക്ഷരങ്ങളോടും ഭൂമിയെ എഴുത്ത് പലകയോടും ഉപമിക്കുകയാണ് ഇമാം ബൂസരി റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ മരത്തെ വിളിച്ചപ്പോൾ മരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നു നിന്നിട്ടുണ്ട്. സഹീഹായിരിക്കുന്ന ഹദീസിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായിരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരമുണ്ട്: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങൾ നടന്നു പോകുമ്പോൾ വാദിയിലൂടെ, ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒരു വാദിയിലിറങ്ങിയപ്പോൾ തങ്ങൾക്ക് വിസർജനം നടത്തൽ ആവശ്യമായിട്ട് വന്നു. നോക്കുമ്പോൾ
ഒന്നും മറയായിട്ട് ലഭിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങകലെ 2 വൃക്ഷങ്ങൾ നിൽക്കുന്നത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വൃക്ഷങ്ങളുടെ അടുത്ത് ചെന്ന് അതിൻ്റെ കമ്പുകളിൽ ഒന്നിൽ പിടിച്ച് വലിച്ചു. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം എന്നെ അനുസരിക്കൂ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ചുകൊണ്ട് ആ വൃക്ഷം തങ്ങളുടെ അരികിലെത്തി. ഈ സംഭവം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഹാനാകുന്ന ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിവേദനത്തോടുകൂടെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖളാഉൽ ഹാജത്ത് വിസർജനം നിർവഹിച്ചു അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു പോവുകയും ചെയ്തു. ഈ സംഭവത്തെയാകുന്നു ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഇതൊരു കവിയുടെ ഭാവന മാത്രമല്ല. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരത്തെ വിളിച്ചപ്പോൾ തങ്ങളുടെ അടുക്കലേക്ക് കാൽപ്പത്തിയില്ലാത്ത അല്ലെങ്കിൽ കാൽപാദമില്ലാത്ത ആ മരം തണ്ടങ്കാലോടുകൂടെ നടന്നു വന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ശിഖരങ്ങൾ വരയിട്ടുകൊണ്ട് എന്തൊക്കെയോ എഴുതിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഒരു കേവലം ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു കാവ്യഭാവന മാത്രമല്ല, ഇത് വലിയ അത്ഭുതം കൂടിയാകുന്നു. കാരണം സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുക എന്നുള്ളത്, വിളി കേൾക്കുക എന്നുള്ളത് മരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കേസല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മരങ്ങൾ സലാം പറഞ്ഞിരുന്നു പരിശുദ്ധ മക്കയിൽ വെച്ചുകൊണ്ട് എന്ന് നിരവധി ഹദീസുകളിലുണ്ട്. കല്ലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരത്തിന് കിട്ടിയ ഒരവസരമാണ്. നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടെ ആ മരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി നിന്ന് പരിശുദ്ധ മദീനയിൽ ഖുതുബ ഓതിയിരുന്ന മിമ്പർ തനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടപ്പോൾ മറ്റൊരു മിമ്പറയിൽ ഖുതുബ ഓതി തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി തന്നിൽ കയറി നിൽക്കില്ലല്ലോ എന്നോർത്തുകൊണ്ട് വിതുമ്പിയ സംഭവം മദീന മുനവ്വറയിൽ ഉണ്ടായിട്ടുണ്ട്. അഥവാ ഇത്തരമൊരു സന്ദർഭങ്ങൾ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മുഅ്ജിസത്ത് പ്രകടമായ ഒരു ചരിത്ര സംഭവമായിരുന്നു ഇത്. ഇത് ധാരാളം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മുഅ്ജിസത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ജാഅത് ലിദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമീം. ഇത് എപ്രകാരം എന്ന് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു അടുത്ത വരിയിൽ പറയാൻ. മിസ്ലൽ ഗമാമതി അൻ നസാറ സായിറതൻ തഖീഹി ഹർറവതി സില്ലിൽ ഹജീരി ഹമീം. ഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരങ്ങൾ അനുസരിക്കുന്നത് പോലെ ആകാശത്തെ കാർമേഘങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കീഴ്പ്പെട്ടിട്ടുണ്ട് എന്ന്. മിസ്ലൽ ഗമാമത്തി കാർമേഘം പോലെ, അന്നസാറ സായിറതൻ തഖീഹി ഹർറവതി സില്ലിൽ ഹജീരി ഹമീം. നട്ടുച്ച സമയത്ത് ചുട്ടുപൊള്ളുന്ന ചൂട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി കാർമേഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നിടത്ത് തണലിട്ടതായിട്ട് ചരിത്ര സംഭവങ്ങളിൽ വന്നിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ കാർമേഘം അനുസരിച്ചതുപോലെ മരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വളരെ ഭവ്യതയോടെ താഴ്മയോടെ നടന്നു വന്നു എന്നാണ്
ഇമാം ബൂസുരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മുഅ്ജിസത്തും മഹാന്മാരായിരിക്കുന്ന ആളുകളുടെ കറാമത്തും എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇതുപോലുള്ള മുഅ്ജിസത്തുകൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇമാം ബൂസുരി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മുഅ്ജിസത്തിനെ പഠിപ്പിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അഖ്സംതു ബിൽ ഖമരിൽ മുൻഷഖി ഇന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബത്തുൻ മബ്റൂറത്തൽ ഖസമീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത് എപ്രകാരം ഈ മുഅ്ജിസത്ത് എന്ന് ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരാൻ. ചന്ദ്രൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിളർന്ന ദൃഷ്ടാന്തമുണ്ടായിട്ടുണ്ട്. കാരണം ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ദൃഷ്ടാന്തം ചോദിച്ചപ്പോൾ ആകാശത്തുള്ള ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം 4 തവണ അല്ലാഹു തആല പിളർത്തിയിട്ടുണ്ട് ജീവിതത്തിൽ. അത് 10ാമത് വയസ്സിലും അതിനു മുമ്പ് ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ജീവിക്കുന്ന ചെറിയ പ്രായത്തിലും അവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബൂവത്തിൻ്റെ വേളയിൽ 40ാമത്തെ വയസ്സിലും അവിടുന്നും അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ മുഅ്ജിസത്ത് അഥവാ ഇസ്രാ മിഅ്റാജിൻ്റെ തൊട്ട് മുമ്പും ഇങ്ങനെ 4 സമയങ്ങളിലായിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ ഹൃദയം പിളർത്തിയതായിരിക്കുന്ന സംഭവമുണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തോട് ഞാൻ ഈ ചന്ദ്രൻ്റെ പിളർപ്പിനെ ഉപമിക്കുകയാണ് ഇമാം ബൂസുരി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് അഖ്സംതു ബിൽ ഖമരി, ചന്ദ്രൻ്റെ റബ്ബിനെ കൊണ്ട് ഞാൻ സത്യം പറയാണ്, അൽ മുൻഷഖി, പിളർന്നതായിരിക്കുന്ന ചന്ദ്രൻ്റെ റബ്ബിനോട് ഞാൻ സത്യം പറയുന്നു. തീർച്ചയായിട്ടും ഇതിൽ ഒരു സാമ്യതയുണ്ട്. ഈ പിളർപ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തെ പിളർന്ന ഈ സംഭവവും ഈ ചന്ദ്രൻ പിളർന്നതായിരിക്കുന്ന ഈ സംഭവവും വളരെയധികം സാമ്യതയുണ്ട് എന്ന് ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്ന് മഹാനാകുന്ന ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ചന്ദ്രൻ പിളർന്ന സംഭവം ഖുർആൻ വിവരിച്ചതാണ്. ജീവിതത്തിൽ ചന്ദ്രൻ്റെ പിളർപ്പ് 2 തവണ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവാനാണെന്നതിലേക്ക് അസാധാരണ സംഭവം കാണിച്ചു കൊടുക്കാൻ മക്ക കുഫാറുകൾ ആവശ്യപ്പെട്ടപ്പോൾ ആ സമയത്താകുന്നു വലിയ ദൃഷ്ടാന്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി കൊടുക്കുന്നത്. അതേപോലെ തങ്ങളുടെ ജീവിതത്തിൽ 4 തവണ തങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു തആല പിളർത്തി ശുദ്ധീകരിച്ച് ആ ഹൃദയത്തിൽ നിന്ന് പലതും എടുക്കുകയും പലതും അകത്തോട്ട് കയറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവമാകുന്നു ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു ഈ വരിയിലൂടെ പറയുന്നത്. ആ 2 പിളർപ്പുമായിട്ട് ഈ സംഭവങ്ങൾക്ക് ബന്ധമുണ്ട് എന്നതാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നത്. അഖ്സംതു ബിൽ ഖമരിൽ മുൻഷഖി ഇന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബത്തുൻ മബ്റൂറത്തൽ ഖസമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. വളരെ പ്രശസ്തമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹൃദയ ശസ്ത്രക്രിയ എന്നതിൽ ചരിത്രകാരന്മാർ 4ഓളം സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത്
രണ്ടാമത് 10 വയസ്സ് എത്തുമ്പോൾ. കാരണം ഓരോ സമയത്തും വ്യത്യസ്ത രീതിയിലുള്ള ജീവിതങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടക്കാൻ. ഒന്ന് കുട്ടിപ്രായം. ആ കുട്ടിപ്രായം പലതും ചെയ്യാൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തോന്നും വിധം ഉള്ള പ്രായം. ആ പ്രായത്തിൽ തങ്ങളിൽ നിന്ന് ഒരു തെറ്റും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ്. അതിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തെ പുറത്തെടുത്ത് കഴുകി ശുദ്ധീകരിച്ച് അതിൽ നിന്ന് ചിലത് താഴെ വെക്കുകയും ചിലത് അതിൽ കയറ്റി വെക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10ാമത്തെ വയസ്സിൽ വീണ്ടും തങ്ങളുടെ ഹൃദയത്തെ പിളർത്തിയിട്ടുണ്ട് എന്നാണ്. അഥവാ പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചെറിയ പ്രായം കഴിഞ്ഞ് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭിമുഖീകരിക്കുന്ന പ്രായം കൗമാരവും അതുപോലെ തന്നെ യൗവനവുമാകുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മോശമായിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ ഒന്നും ഇല്ലാതെ റബ്ബ് തആല സംരക്ഷിക്കുകയാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അതിനുശേഷം 40ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് ലഭിക്കുന്നു. ആ നുബൂവത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം പിളർത്തി കഴുകി ശുദ്ധീകരിച്ച് യഥാസ്ഥാനത്ത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്നാൽ വേദനയില്ലാതെ ചില പ്രത്യേകമായിരിക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ തങ്ങളുടെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങളാകുന്നു. എന്നാൽ ഈ അത്ഭുതത്തോടു കൂടെയാണ് ചന്ദ്രൻ്റെ പിളർപ്പിനെയും ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു ഉപമിക്കുന്നത് എന്നർത്ഥം. 51ാമത്തെ വയസ്സിൽ നടന്ന ഒരു ശസ്ത്രക്രിയയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതങ്ങൾ ഇനി അഭിമുഖീകരിക്കാൻ പോവുകയാണ്. വലിയ വലിയ കാഴ്ചകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത് ഒരുപാട് ഉയരങ്ങളിലൂടെ ആകാശവും കടന്ന് അപ്പുറവും കടന്ന് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇസ്രാ മിഅ്റാജിൻ്റെ തൊട്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു താല ഒന്ന് കഴുകി ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടി അത് പുറത്തെടുത്ത് വീണ്ടും അതിനെ യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുകയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 4 തവണ ഇങ്ങനെ സർജറി നടക്കുകയും വേദനയില്ലാത്ത ആ സർജറി, എന്നാൽ ഇതൊക്കെ നടക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇപ്രകാരം ഒക്കെ സംഭവിച്ചത് എന്ന് കരുതരുത്. അല്ലെങ്കിൽ ഇതൊന്നും അള്ളാഹുവിൻ്റെ വലിയ ഹിക്മത്തുകളും വലിയ ഖുദ്റത്തുകളുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയൊക്കെ ആയിപ്പോകേണ്ടുന്ന ഒരാളായിരുന്നു. അല്ലെങ്കിൽ ശൈശവത്തിലും കൗമാരത്തിലും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യൗവന ജീവിതത്തിലൊക്കെ എങ്ങനെയൊക്കെ മോശമായിരിക്കുന്ന ജീവിതം നയിക്കേണ്ട ആളായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബുദ്ധിമുട്ടും പ്രയാസവുമുള്ള കാര്യമല്ല. നേരത്തെ തെരഞ്ഞെടുത്ത് അയച്ചതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു താല പ്രവാചകനായിട്ട്. പക്ഷേ അതിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ അള്ളാഹു താല നടത്തി എന്ന് മാത്രം. ഇതാകുന്നു ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ ഈ 2 സംഭവങ്ങളുമായിട്ട് നമുക്കറിയാമല്ലോ, ചേരമാൻ പെരുമാൾ ഈ ചരിത്ര സംഭവം അഥവാ ചന്ദ്രൻ അള്ളാഹു 2 പിളർപ്പാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഅ്ജിസത്തായിട്ട് ദൃഷ്ടാന്തം ഭൂലോകർക്ക് മക്ക കുഫാറുകൾക്ക് കാണിച്ചു കൊടുത്തു. ഈ ചരിത്ര സംഭവം നമ്മുടെ രാജ്യത്ത് നിന്ന്, ഇന്ത്യ രാജ്യത്ത് നിന്ന്, കേരളത്തിൽ നിന്ന് കണ്ടുകൊണ്ടാണ് ചേരമാൻ പെരുമാൾ പരിശുദ്ധ മക്കയിൽ വന്നതും മുസ്ലിമായതും തിരിച്ച് മടങ്ങിപ്പോകുന്ന വഴി സലാലയിൽ മരണപ്പെടുകയും ചെയ്തു എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ടല്ലോ. ഈ ചരിത്ര സംഭവമാകുന്നു ചന്ദ്രൻ പിളർന്നതായിരിക്കുന്ന ഈ വലിയ ഒരു മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ആ മുഅ്ജിസത്ത്
ആ മുഅ്ജിസത്തിനെയാകുന്നു ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബ് അഥവാ ഹൃദയ ശസ്ത്രക്രിയയോട്, അതല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പിളർപ്പിനോട് ഉപമിക്കുന്നത് എന്നർത്ഥം. ഇൻഷാ അല്ലാ അടുത്ത വരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.